അവിശ്വസനീയവും അമ്പരപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു കൊലപാതകത്തിന്റെ വിവരമാണ് പുറത്തുവന്നത്. അപകടമരണം എന്ന് കരുതിയ ഒരു സംഭവം ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞു. കാറിടിച്ച് കൊല്ലത്ത് സൈക്കിൾ യാത്രക്കാരൻ മരിച്ച സംഭവമാണ് പോലീസ് അന്വേഷണത്തിൽ കൊലപാതകമെന്ന് തെളിഞ്ഞത്. BSNL റിട്ടയർഡ് ഡിവിഷൻ എഞ്ചിനീയറായ സി പാപ്പച്ചൻ മെയ് 26-നാണ് മരിച്ചത്. സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജറായ സരിതയാണ് പണം തട്ടിയെടുക്കാൻ കൊട്ടേഷൻ നൽകിയത്. കേസിൽ സരിതയും കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോനും കസ്റ്റഡിയിലായി. സരിത 40 ലക്ഷം രൂപ തട്ടിയെടുത്തത് പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു. പ്രശ്നപരിഹാരത്തിനായി പാപ്പച്ചനെ വിളിച്ചു വരുത്തുകയും പിന്നീട് കാറിടിപ്പിച്ച് കൊല്ലുകയുമായിരുന്നു. 76 ലക്ഷം രൂപയാണ് പാപ്പച്ചന്റെ ബാങ്ക് അക്കൗണ്ടിൽ സ്ഥിര നിക്ഷേപമായി ഉണ്ടായിരുന്നത്. ഇതിൽ 40 ലക്ഷം രൂപ സരിത വകമാറ്റി ചെലവഴിച്ചു. ഇത് പാപ്പച്ചൻ അറിഞ്ഞതോടെ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. സരിതയും മറ്റൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായ അനൂപും ചേർന്നാണ് കൊല്ലം നഗരത്തിൽ താമസിക്കുന്ന അനിമോൻ എന്ന് പറയുന്നയാൾക്ക് 15 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ നൽകിയത്. പാപ്പച്ചന്റെ മരണം റോഡപകടമാണെന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു. അതിനിടയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. വിരമിക്കൽ ആനുകൂല്യമായി കിട്ടിയ പണമാണ് സ്വകാര്യ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി പാപ്പച്ചൻ ഇട്ടിരുന്നത്. ബാങ്കിലെ ജീവനക്കാരുമായി പാപ്പച്ചൻ നല്ല ബന്ധത്തിലായിരുന്നു. പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ല എന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്ക് അറിയാമായിരുന്നു. പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ചാരും വരില്ലെന്ന് മനസ്സിലാക്കിയാണ് സരിത കൊലപാതകം പ്ലാൻ ചെയ്തത്. അനിമോൻ വാടകയ്ക്കെടുത്ത കാറ് പാപ്പച്ചൻ ഓടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചുകയറ്റിയാണ് അപകടമുണ്ടാക്കിയത്. ആശ്രമ മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം. സ്ഥിരമായി സൈക്കിൾ മാത്രം ഉപയോഗിച്ചിരുന്ന ആളാണ് പാപ്പച്ചൻ. പാപ്പച്ചൻ സൈക്കിളിലെ യാത്ര ചെയ്യുമെന്നും പ്രതികൾക്ക് നന്നായി അറിയാമായിരുന്നു. ജൂൺ 19-ന് പാപ്പച്ചന്റെ സൈക്കിളിലേക്ക് നീല നിറത്തിലുള്ള വാഗണാർ കാർ ചെന്നിടിക്കുന്നതിന്റെ CCTV വീഡിയോ പോലീസിന് കിട്ടിയിരുന്നു. കാറിന്റെ കളറും നമ്പറുമെല്ലാം നോക്കി ഓടിച്ചയാളെ കണ്ടെത്തിയപ്പോഴും കൊലപാതകമാണെന്ന സൂചനകൾ ലഭിച്ചിരുന്നില്ല. മരണം കൊലപാതകമാണെന്ന് അറിഞ്ഞതും സരിതയുടെ പ്ലാൻ തെറ്റിയതും പാപ്പച്ചന്റെ പണം അന്വേഷിച്ച് മക്കൾ ബാങ്കിലെത്തിയപ്പോഴാണ്. പാപ്പച്ചന്റെ നിക്ഷേപ തുകയിൽ നിന്ന് പകുതിയോളം മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് വായ്പയായി എടുത്തിട്ടുണ്ടെന്ന് മാനേജരും അക്കൗണ്ടന്റും അറിയിച്ചു. ഇത്ര വലിയ തുക ആർക്കു വേണ്ടിയാണ് പിതാവ് എടുത്തത് എന്നറിയാൻ വേണ്ടി ബന്ധുക്കളോടും പരിചയക്കാരോടും മക്കൾ അന്വേഷണം നടത്തി. എന്നാൽ പണം ആർക്കും നൽകിയിട്ടില്ലെന്ന് മനസ്സിലായി. ഒരു പൈസ പോലും ആവശ്യമില്ലാതെ ചെലവാക്കുന്നയാളല്ല പാപ്പച്ചൻ. തുടർന്നാണ് പണം എവിടെ പോയി എന്ന് മക്കൾക്ക് സംശയം ഉയർന്നത്. പിന്നാലെ മകൾ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. കമ്മീഷണർ വിവേക് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്.